ഹലോ സ്റ്റുഡൻസ്, പ്ലസ് ടു മാത്തമാറ്റിക്സ് പ്രോബബിലിറ്റി എന്ന 13ാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വേർഡ് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം: A family has 2 children. What is the probability that both the children are boys, given that at least one of them is a boy? ഈ വേർഡ് പ്രോബ്ലം ഒക്കെ ഒരേ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലത്തിലൂടെ നമുക്ക് മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് സെന്റൻസിൽ നിന്നും സാമ്പിൾ സ്പേസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഹിയർ ഫാമിലി ഹാസ് 2 ചിൽഡ്രൻ. ചിൽഡ്രൻ ബോയ് ആകാം, ഗേൾ ആകാം. ലെറ്റ് ബി സ്റ്റാൻഡ് ഫോർ ബോയ് ആൻഡ് ജി ഫോർ ഗേൾ. ബോയിയെ ഡിനോട്ട് ചെയ്യുന്നത് ബി എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്, ഗേളിനെ ഡിനോട്ട് ചെയ്യുന്നത് ജി എന്ന ലെറ്റർ യൂസ് ചെയ്ത്. ഒരു ഫാമിലിയിൽ 2 ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അത് രണ്ടും ബോയ്സ് ആകാം, അല്ലെങ്കിൽ ഫസ്റ്റ് ബോയ് സെക്കൻഡ് ഗേൾ ആകാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഗേൾ സെക്കൻഡ് ബോയ് ആകാം, അല്ലെങ്കിൽ 2 ചിൽഡ്രനും ഗേൾസ് ആകാം. ഹെൻസ് ദ സാമ്പിൾ സ്പേസ് ഈസ് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ ബി ബി, രണ്ടും ബോയ്സ്. ജി ബി ഫസ്റ്റ് ഗേൾ, രണ്ടാമത്തത് ബോയ്. ബി ജി ഫസ്റ്റ് ബോയ്, രണ്ടാമത്തത് ഗേൾ. രണ്ടും ഗേൾസ്, ഓർഡേർഡ് പെയർ ജി ജി. ഹെൻസ് സാമ്പിൾ സ്പേസ് ഈസ് ദിസ് വൺ. നെക്സ്റ്റ്, ഡിഫൈൻ 2 ഇവന്റ്സ് ഇ ആൻഡ് എഫ്. ഇയും എഫും ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ദ ചിൽഡ്രൻ ആർ ബോയ്സ്? പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ട ഇവന്റിനെ നമുക്ക് ഇ എന്ന് ഡിനോട്ട് ചെയ്യാം. ദെൻ വാട്ട് ഈസ് ഇ? ഇ ദ ഇവന്റ് ദാറ്റ് ബോത്ത് ദ ചിൽഡ്രൻ ആർ ബോയ്സ്. ഇ ബോത്ത് ദ ചിൽഡ്രൻ ആർ ബോയ്സ് ഗിവൺ ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് എ ബോയ്. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രോബ്ലം ആണെങ്കിൽ ഒരു ഇവന്റ് അവിടെ നടന്ന് കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഗിവൺ ദാറ്റ് എന്ന് പറഞ്ഞ് തരുന്ന ഇവന്റിനെ എഫ് എന്ന് ഡിഫൈൻ ചെയ്യുക. ഹെൻസ് എഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് എ ബോയ്. ഇവന്റ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഇവന്റിനെ ഇ എന്ന് ഡിഫൈൻ ചെയ്യുക. ഗിവൺ, അതായത് അവിടെ നടന്നു കഴിഞ്ഞ ആ ഒരു ഇവന്റിനെ, ഇവന്റ് ഓൾറെഡി ഒക്യൂർ ചെയ്തതിനെ എഫ് എന്ന് ഡിഫൈൻ ചെയ്യുക. ദെൻ നമുക്ക് എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. വാട്ട് ഈസ് പി ഓഫ് ഇ ഗിവൺ എഫ്? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ്. വാട്ട് ഈസ് ഇ? ബോത്ത് ദ ചിൽഡ്രൻ ആർ ബോയ്സ്. അപ്പോൾ സാമ്പിൾ സ്പേസിൽ ബോത്ത് ദ ചിൽഡ്രൻ ആർ ബോയ്സ് വരുന്ന പേരേതാ? ബി ബി ആണ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് എ ബോയ്. ഒരാളെങ്കിലും ബോയ് ആയിരിക്കണം. ഒരാളെങ്കിലും ബോയ് ആയിരിക്കണം മീൻസ് രണ്ടും ബോയ് ആകാം, ഒരാളെങ്കിലും ആയാൽ മതി. അപ്പോൾ ബി ബി വരും, ഓൾഡ് പേർ ജി ബി വരും, ഓൾഡ് പേർ ബി ജി വരും. ഹെൻസ് ഈക്വൽ ടു ബി ബി, രണ്ടാളും ബോയ്. എഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് എ ബോയ്, ഒരാളെങ്കിലും ബോയ് വരുന്നത്. അപ്പോൾ ബി ബി ഓൾഡ് പേർ ജി ബി, ഓൾഡ് പേർ ബി ജി. ദെൻ ഈ ഇന്റർസെക്ഷൻ എഫ്, ഇയിലും എഫിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് ഏതാണ്? ഓൾഡ് പേർ ബി ബി ആണ്. Probability of E given F equal to P of E intersection F divided by P of F. Then P of E intersection F equal to N of E intersection F divided by N of S.
ഈ ഇന്റർസെക്ഷൻ എഫിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ഓൺലി 1 എലമെന്റ്. n of s-ൽ 4 എലമെന്റ്സ്. ഹെൻസ് 1/4. Then find out P of f. P of f equal to n of f by n of s. f-ൽ 1, 2, 3. 3 elements. s-ൽ 4 elements. Hence 3/4. Substitute in P of E given f. We get 1/4 divided by 3/4 equal to 4 cut ചെയ്യുക. We get 1/3. Probability of E given f equal to 1/3 ആൻസർ കിട്ടും. ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കിയാൽ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഏത് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഇവന്റിനെ ഇ എന്ന് ഡിനോട്ട് ചെയ്യാം. ഗിവൺ ദാറ്റ് ഈസ് ദ ഇവന്റ് ഓൾറെഡി ഒക്യുർ ചെയ്തതിനെ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുക. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് ഇ ഗിവൺ എഫ് ആണ്. പി ഓഫ് ഇ ഗിവൺ എഫ് ഫോർമുല പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ്. നെക്സ്റ്റ് പ്രോബ്ലം. 10 cards numbered 1 to 10 are placed in a box, mixed up thoroughly, and then one card is drawn randomly. If it is known that the number on the drawn card is more than 3, what is the probability that it is an even number? From the first sentence, we get sample space. Here sample space 1 to 10. S equal to 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Next, define E and F. E define ചെയ്യേണ്ടത് probability find out ചെയ്യേണ്ട event. Here, probability that it is an even number. That means E, the number on the card is an even number. F already occur ചെയ്ത event. That means known that number on the drawn card is more than 3. F number on the drawn card is more than 3. Then find out P of E given F. P of E given F equal to P of E intersection F divided by P of F. What is E? Number on the card drawn is even number 1 to 10. Numbers in even numbers ഏതൊക്കെയാ? 2, 4, 6, 8, 10. F number on the card is more than 3. 3നേക്കാളും greater ആയ numbers 4, 5, 6, 7, 8, 9, 10. Then ഈ intersection F common ആയിട്ട് വരുന്ന elements 4, 6, 8, 10. P of E intersection F equal to n of E intersection F divided by n of S. E intersection F ൽ എത്ര elements ഉണ്ട്? 4, 6, 8, 10. This 4 by total elements in the sample space 10. 4 by 10. P of F more than 3. Hence 7 elements. 7 by 10. P of E given F equal to 4 by 10 divided by 7 by 10 divided by 10 cut ആയാൽ 4 by 7 ആൻസർ കിട്ടും. Next question. In a school there are 1000 students, out of which 430 are girls. It is known that out of 430, 10% of the girls study in class 12. What is the probability that a student chosen randomly studies in class 12 given that chosen student is a girl? Here there are 1000 students. Then what is 1000? N of S. N of S equal to 1000. സാമ്പിൾ സ്പേസിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. സാമ്പിൾ സ്പേസിൽ 1000 എലമെന്റ്സ് ഉണ്ട്.
out of which 430 are girls. Number of girls equal to 430. Next, define two events E and F. E define ചെയ്യേണ്ടത് probability കണ്ടുപിടിക്കേണ്ട ഇവന്റ്. Probability that a student chosen randomly studies in class 12. F already occur ചെയ്ത ഇവന്റ്. Given that chosen student is a girl. Hence F chosen student is a girl. Find out P of E given F. P of E given F equal to P of E intersection F divided by P of F. P of E intersection F എന്ന് പറഞ്ഞാൽ N of E intersection F divided by N of S. Then what is N of E intersection F? ഇവിടെ സെറ്റ് ആയിട്ടൊന്നും നമ്മൾ എഴുതിയിട്ടില്ല. Then N of E intersection F. E means ക്ലാസ് 12ൽ പഠിക്കുന്ന കുട്ടികൾ. F ഗേൾ. അപ്പൊ രണ്ടും കൂടെ ചേർന്നാൽ എന്താകുക? ക്ലാസ് 12ൽ പഠിക്കുന്ന ഗേൾസ്. ക്ലാസ് 12ൽ പഠിക്കുന്ന എത്ര ഗേൾസ് ആണ് ഉള്ളത്? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഔട്ട് ഓഫ് വിച്ച് 430 ആർ ഗേൾസ്. 430 ഗേൾസ് ഉണ്ട്. ഇറ്റ് ഈസ് നോൺ ദാറ്റ് ഔട്ട് ഓഫ് 430 10% ഓഫ് ദ ഗേൾസ് സ്റ്റഡി ഇൻ ക്ലാസ് 12. ക്ലാസ് 12ൽ 10% ഓഫ് ടോട്ടൽ ഗേൾസ്. ടോട്ടൽ ഗേൾസ് 430. 430യുടെ 10% ക്ലാസ് 12ലാണ്. അപ്പോൾ ക്ലാസ് 12ൽ പഠിക്കുന്ന ഗേൾസിന്റെ എണ്ണം എന്താണ്? 10% ഓഫ് 430. വാട്ട് ഈസ് 10% ഓഫ് 430? 430 into 10/100 equal to 43. N of E intersection F equal to 43. Out of 430, 10% of the girls study in class 12. 10% of 430 class 12 ആണ്. 10% of 430 is 43. Then P of E intersection F equal to N of E intersection F by N of S equal to 43 divided by 1000. N of S 1000 ആണ്. Next N of F. N of F. What is F? Number of girls. Number of girls that is given. 430 are girls. Then P of F equal to N of F by N of S equal to 430 divided by 1000. P of E intersection F ഉം കിട്ടി. P of F ഉം കിട്ടി. Then P of E given F equal to 43 by 1000 divided by 430 by 1000. Divided by 1000 കട്ട് ചെയ്താൽ 43 by 430 equal to 0.1 ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A die is thrown 3 times. Events A and B are defined as follows. A 4 on the third throw. B 6 on the first and 5 on the second throw. Find the probability of A given that B has already occurred. A die is thrown 3 times. ഒരു പ്രാവശ്യം ഡൈ എറിഞ്ഞാൽ സാമ്പിൾ സ്പേസ് 1, 2, 3, 4, 5, 6. 2 ടൈംസ് ഡൈ എറിഞ്ഞാൽ 1, 1, 1, 2, 1, 3, 1, 4, 1, 5, 1, 6. നെക്സ്റ്റ് 2, 3, etc. 6, 1, 6, 2, 6, 3, 6, 4, 6, 5, 6, 6. അങ്ങനെ 36 എലമെന്റ്സ് ഉണ്ടാകും. 3 ടൈംസ് എറിഞ്ഞാൽ എത്ര എലമെന്റ്സ് ഉണ്ടാകും? N of S equal to 6 cube equal to 216. 216 elements in the sample space. Events A and B. Then what is A? 4 on the third throw. Third throw il 4 ആയിരിക്കണം. ഫസ്റ്റും സെക്കൻഡും 1 മുതൽ 6 വരെയുള്ള എല്ലാ എലമെന്റ്സും വരാം. തേർഡ് ത്രോയിൽ
4 ആയിരിക്കണം. അപ്പോൾ എന്താണ് നമ്മളുടെ അതിലത്തെ എലമെന്റ്സ്? 1 1 4, 1 2 4, 1 3 4, 1 4 4, 1 5 4, 1 6 4. അങ്ങനെ 6 എലമെന്റ്സ്. നെക്സ്റ്റ് 2 1 4 എക്സെട്ര അങ്ങനെ 6 എലമെന്റ്സ്. 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേർഡ് ട്രിപ്പിൾ 6 ഉണ്ടാകും. 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6 എലമെന്റ്സ്, 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6 എലമെന്റ്സ്, 6ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6 എലമെന്റ്സ്. ആ 4 തേർഡ് ത്രോയിൽ 4 ആയിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാകും? 36 എലമെന്റ്സ് ഉണ്ടാകും. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6, 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6, അപ്പൊ ഇവിടെ 12, ഇവിടെയും 12, ഇവിടെയും 12. ദാറ്റ് മീൻസ് ടോട്ടൽ 36 എലമെന്റ്സ് ഉണ്ടാകും. വാട്ട് ഈസ് ബി? 6 ഓൺ ദ ഫസ്റ്റ്, അപ്പൊ ഫസ്റ്റ് എലമെന്റ് 6 ആണ്. 5 ഓൺ ദ സെക്കൻഡ് എലമെന്റ് 5 ആണ്. അപ്പൊ ഫസ്റ്റ് എലമെന്റ് 6 ആയിരിക്കണം, സെക്കൻഡ് എലമെന്റ് 5 ആയിരിക്കണം. തേർഡ് എലമെന്റ് 1 മുതൽ 6 വരെയുള്ള ഏത് എലമെന്റും ആകാം. ഹെൻസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഫോളോവേഡ് ട്രിപ്പിൾ 6 5 1, നെക്സ്റ്റ് 6 5 2, നെക്സ്റ്റ് 6 5 3, 6 5 4, 6 5 5, 6 5 6. B. Find out P of A given B equal to P of A intersection B divided by P of B. Then what is A intersection B? A യുടെ പ്രത്യേകത എന്താണ്? 4 on the third throw. മൂന്നാമത്തെ എലമെന്റ് 4 ആയിരിക്കണം. മൂന്നാമത്തെ എലമെന്റ് 4 ആയിട്ടുള്ളത് ഇവിടെയാണ്. 6 5 4 എയിലും ഉണ്ടാകും, ബിയിലും ഉണ്ടാകും. വേറെ ഒരു ഓർഡേർഡ് ട്രിപ്പിളിനും 4 ഓൺ ദ തേർഡ് ത്രോ ഇല്ല. ഹെൻസ് എ ഇന്റർസെക്ഷൻ ബി ഹാസ് ഓൺലി 1 എലമെന്റ് 6 5 4. A intersection B equal to set ordered triple 6 5 4. Then P of A intersection B equal to N of A intersection B by N of S equal to 1 by N of S 216. Next P of B. N of B by N of S. B il 6 elements. Hence 6 by 216. P of A given B equal to 1 by 216 divided by 6 by 216. 216 divided cut ചെയ്താൽ 1 by 6 ആൻസർ കിട്ടുന്നു. നെക്സ്റ്റ് പ്രോബ്ലം. A die is thrown twice. Sum of the numbers appearing is observed to be 6. What is the conditional probability that number 4 has appeared at least once? Here die is thrown twice. Then n of s equal to 6 square equal to 36. What is s? 1 1 അങ്ങനെ 6 elements. 2 1 2 2 2 3 2 4 2 5 2 6 6 elements. 3 1 സ്റ്റാർട്ട് ചെയ്യുന്ന 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6 elements. 4 സ്റ്റാർട്ട് ചെയ്യുന്ന 6 elements. 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6 elements. 6ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6 elements. That is n of s equal to 36. Define E and F. E. Probability find out ചെയ്യേണ്ട ഇവന്റ്. What is the conditional probability that number 4 has appeared at least once? That means E. Number 4 has appeared at least once. F. Already occur ചെയ്ത ഇവന്റ്. Sum of the numbers appearing is observed to be 6. Then E equal to number 4 appears at least once. 4 ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ 4 ഉള്ള പെയർ ഏതൊക്കെയാ? 1 4. നെക്സ്റ്റ് 2 4, 3 4. 4 1ൽ 4 ഉണ്ട്. 4 2, 4 3, 4 4, 4 5, 4 6. 5 4, 6 4. ഇതിലൊക്കെ 4 ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടായിരിക്കണം. 2 പ്രാവശ്യം ഉണ്ടാകാം, ഒരു പ്രാവശ്യവും ഉണ്ടാകാം. ദാറ്റ് ഈസ് ഇ. എഫ്
സം ഓഫ് ദ നമ്പേഴ്സ് ഈസ് 6. 1 1 സം ഈസ് 2. സം 6 വരുന്ന പേർ ഏതൊക്കെയാ? 1 5 6 ആണ്, 2 4 6 ആണ്, 3 3 6, 4 2 6, 5 1 6. അപ്പോൾ ഇത്രയും എലമെന്റ്സിന്റെ സം ഓഫ് ദ നമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് 6 ആണ്. Equal to 4 appeared at least once. F sum of the numbers is 6. Then ഈ intersection F ഇതിൽ കോമൺ ആയിട്ടുള്ളത് 2 4 കോമൺ ആണ്, 4 2 കോമൺ ആണ്. ഈ intersection F equal to set of all ordered pair 2 4 ordered pair 4 2. Then P of E intersection F equal to 2 elements. 2 by S ൽ 36 elements. 2 by 36. P of F equal to N of F by N of S. F ൽ 1 2 3 4 5 elements. 5 by 36. Then P of E given F equal to P of E intersection F by P of F equal to 2 by 36 divided by 5 by 36. Divided by 36 കട്ട് ചെയ്താൽ 2 by 5 ആൻസർ കിട്ടും. നെക്സ്റ്റ് ഹോംവർക്ക്. ഡിറ്റർമിൻ P of E given F. A coin is tossed 3 times. E head on the third toss. തേർഡ് ടോസിൽ ഹെഡ് കിട്ടുന്നത് E എന്ന് ഡിഫൈൻ ചെയ്തു. F ഹെഡ് ഓൺ ഫസ്റ്റ് 2 ടോസസ്. അപ്പോൾ സാമ്പിൾ സ്പേസ് എഴുതുക. ആ സാമ്പിൾ സ്പേസിൽ തേർഡ് ടോസിൽ ഹെഡ് കിട്ടുന്നത് ഇയിൽ എഴുതുക. ഫസ്റ്റ് 2 ടോസിൽ ഹെഡ് കിട്ടുന്നത് എഫിൽ എഴുതാം. ദെൻ ഫൈൻഡ് ഔട്ട് P of E given F. സെക്കൻഡ് ക്വസ്റ്റ്യൻ. E അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ് മീൻസ് 2 ഹെഡും 3 ഹെഡും വരുന്നത്. F അറ്റ്മോസ്റ്റ് 2 ഹെഡ്. അറ്റ്മോസ്റ്റ് 2 ഹെഡ് മീൻസ് 0 ഹെഡ് 1 ഹെഡ് 2 ഹെഡ് വരുന്നത്. അപ്പൊ അറ്റ്മോസ്റ്റ് 2 ഹെഡ് മീൻസ് 3 ഹെഡ് വരുന്ന H ഒഴികെ ബാക്കി എല്ലാ എലമെന്റ്സും എഫിൽ ഉണ്ടായിരിക്കും. N of F equal to 7 ആയിരിക്കും. ഈ അറ്റ്മോസ്റ്റ് 2 tail F അറ്റ്ലീസ്റ്റ് 1 tail. ഇയും എഫും എല്ലാത്തിലും എഴുതുക. ഈ ഇന്റർസെക്ഷൻ എഫ് കണ്ടുപിടിച്ച് P of E given F ഫൈൻഡ് ഔട്ട് ചെയ്യുക. സെക്കൻഡ്, P of A equal to 1 by 2. P of B equal to 0. Then what is P of A given B? P of A given B equal to P of A intersection B divided by P of B divided by 0. P of A given B യിൽ P of B ഒരിക്കലും 0 ആകാൻ പാടില്ല. ഹെൻസ് നോട്ട് ഡിഫൈൻഡ്. P of B 0 ആണെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി നോട്ട് ഡിഫൈൻഡ്. A and B are events such that P of A given B equal to P of B given A. Then A given B യും B given A യുടെയും പ്രോബബിലിറ്റി സെയിം ആണെങ്കിൽ P of A given B means P of A intersection B by P of B. B given A, P of A intersection B divided by P of A. Hence, we get P of A equal to P of B. P of A given B യും P of B given A യും സെയിം ആണെങ്കിൽ P of A equal to P of B ആയിരിക്കും. Thank you.